യാത്രയിൽ അനുവദിക്കപ്പെട്ട രണ്ട് കാര്യമാണ്. ഒന്ന്, രണ്ട് നിസ്കാരങ്ങൾ ഒന്നിൻ്റെ സമയത്ത് നിസ്കരിക്കുക. ളുഹർ അസറിൻ്റെ സമയത്ത് അല്ലെങ്കിൽ അസർ ളുഹറിൻ്റെ സമയത്ത് ആക്കുക. അത് ജം എന്ന് പറയും. അല്ലെങ്കിൽ മഗ്രിബ് ഇശാൻ്റെ അല്ലെങ്കിൽ ഇശാ മഗ്രിബിൻ്റെ സമയത്ത്. അത് രണ്ടും ജമാണ്. ഇനി ഇതോടൊപ്പം ഖസറാക്കുക എന്ന് പറഞ്ഞാൽ 4 റക്അത്തുള്ളത് 2 റക്അത്ത് നിസ്കരിക്കുക. ഇത് യാത്രയിലാണ് അനുവദനീയം. ഇത് ഖസറാക്കുക എന്നുള്ള കാര്യം സഹോദരങ്ങളെ, അത് ഒരിക്കലും വീട്ടിൽ നിന്ന് പാടില്ല. ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ളുഹർ അസർ നിസ്കരിക്കുകയാണെങ്കിൽ അത് 4 ആയിട്ട് തന്നെ നിസ്കരിക്കണം. 4 ആയിട്ട് തന്നെ നിസ്കരിക്കണം. അല്ലാതെ 2 നിസ്കരിച്ചാൽ പോരാ. അതുപോലെ തന്നെ നമ്മൾ യാത്ര മുഴുവൻ ഇങ്ങനെ പോകുന്ന ഇടയിൽ അങ്ങനെ നിസ്കരിച്ചു, അവസാനം നമ്മൾ വീട്ടിലെത്തും. ചിലപ്പോൾ രാത്രി നമ്മൾ വീട്ടിലെത്തും, അല്ലെങ്കിൽ മഗ്രിബ് മുമ്പായിട്ട് വീട്ടിലെത്തും. അപ്പോൾ നമുക്ക് അസറും ളുഹറും ഉണ്ടാവും. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ളുഹറും അസറും 4 തന്നെ നിസ്കരിക്കണം. അതേപോലെ ഇശ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തും. അപ്പോൾ മഗ്രിബ് ഇശയും നമുക്ക് ബാക്കിയുണ്ട്. അപ്പോൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മഗ്രിബ് 3 ഇശ 4 തന്നെ നിസ്കരിക്കണം. ഈ ഖസർ എന്ന് പറയുന്നത് അത് 80 കിലോമീറ്റർ അല്ലെങ്കിൽ അതിൽ കൂടുതലോ യാത്ര ഉണ്ടാകുമ്പോഴും ആ യാത്രയിലുടനീളവുമാണ് പറ്റുക. തിരിച്ചെത്തിയാൽ പറ്റില്ല.